ജനപ്രതിനിധിയും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശാഭവനിലെ അന്തേവാസികൾക്ക് ഉല്ലാസയാത്രയൊരുക്കി. അന്തേവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി പനങ്ങാവിലും സിറ്റിനെറ്റ് ചാനൽ ക്യാമറമാൻ വേണുഗോപാൽ കൂടത്തുംപാറയും 8ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നാണ് അന്തേവാസികൾക്കായി ഏകദിന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് ശേഷം സ്ത്രീകൾക്കുള്ള പുനരധിവാസ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജിലെ ആശാഭവൻ. നിലവിൽ 60-ലധികം സ്ത്രീകളാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്നുള്ള 28 പേരാണ് ഉല്ലാസയാത്ര ആസ്വദിച്ചത്. ഇവർക്ക് കൂട്ടായി 15ഓളം കുടുംബശ്രീ പ്രവർത്തകരും 12ഓളം ആശാഭവൻ ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രവും ബീച്ചിലെ അക്വേറിയവും തുടർന്ന് ഒളോപ്പാറയിലെ ബോട്ട് യാത്രയും ആസ്വദിച്ചാണ് സംഘം മടങ്ങിയത്. എട്ടാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരും ഞാനും വേണേട്ടനും കൂടെ ആശാഭവൻ സന്ദർശിക്കുകയും ആശാഭവനിലെ അന്തേവാസികളുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിനിടയിൽ അവരുടെ ഒരു പ്രധാന ആവശ്യമായി ഞങ്ങൾക്കൊന്ന് പുറത്ത് ഒന്ന് ഉല്ലസിക്കാനും കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളൊന്ന് ബീച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളൊരു അവസരം ഒരുക്കി തരണമെന്ന് അവരെ അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുകയും അതോടൊപ്പം ഈ യാത്ര എന്ന് പറയുന്നത് അന്തേവാസികൾക്ക് വലിയ പ്രയാസമാണ്. അന്നപ്പോൾ പല അനുമതികളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ ആ യാത്ര സംഘടിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ യാത്ര ഇന്നലെ രാവിലെ പ്ലാനറ്റോറിയം, തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഒളോപ്പാറയിൽ നിന്ന് ബോട്ട് സർവീസും വളരെ നല്ല രീതിയിൽ നടത്തുകയും അതോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകരും ആശാഭവനിലെ ജീവനക്കാരും ആർക്കുംപാടാം ഗ്രൂപ്പിലെ ഗായകരും ആയിട്ട് നല്ലൊരു ദിവസം ഞങ്ങൾക്ക് ഈ അന്തേവാസികളെ ഒപ്പം കഴിച്ചുകൂടാൻ കഴിഞ്ഞു. സമൂഹത്തിലുണ്ടാവുന്ന ഇത്തരം ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ നമ്മൾ കൈകോർത്ത് നമ്മളൊപ്പം കൂട്ടി നിർത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കടമയാണ് എന്നുള്ള ഒരു ബോധ്യം ഈ കുടുംബശ്രീ പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ഇന്നലത്തെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ ആശാ കേന്ദ്രത്തിൽ ഉള്ളത്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രോഗം മാറിയിട്ടും പല കാരണത്താൽ വീടുകളിലേക്ക് ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോകാത്തതോ ഒറ്റപ്പെട്ടു പോയോ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ എല്ലാ സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ശരി, ഇത്തരം വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി സമൂഹമായിട്ട് ബന്ധപ്പെടാൻ അവർക്കൊരു അവസരമില്ല. ആ അവസരമാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് കുടുംബശ്രീ ADS പ്രവർത്തകർ സംഘടിപ്പിച്ചത്. അതിനൊരു നിമിത്തമായി ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്കും പങ്കാളിയാവാൻ കഴിഞ്ഞു. അതിന് സമൂഹത്തിലെ എല്ലാവിധ ആളുകളുടെയും വലിയ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയത് പന്തിരങ്ക സ്വദേശിയായ സൗപർണിക ട്രാവൽസും അതുപോലെ മണക്കടവിലെ തന്നെ മുഫീദ് മണക്കടവും ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം വളരെയധികം സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അന്തേവാസികൾക്കായി ബ്ലൂ മൂൺ ബോട്ട് സർവീസ് പ്രത്യേക പാക്കേജാണ് അനുവദിച്ചത്. പന്തീരങ്കാവ് സൗപർണിക ട്രാവൽസ് ബസ് സൗജന്യമായി അനുവദിക്കുകയും ആടാം പാടാം ഗ്രൂപ്പ് പ്രവർത്തകർ ബോട്ടിൽ പാട്ടും കവിതയുമായി ഒപ്പം ചേരുകയും ചെയ്തു. രാവിലെ 10-ന് ആരംഭിച്ച യാത്ര വൈകിട്ട് 6 മണി വരെ നീണ്ടു. CDS വൈസ് ചെയർപേഴ്സൺ രഞ്ജിത CA, ജ്യോതി തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി.